നിലയിൽ കണ്ടെത്തി. ഒഞ്ചിയം നെല്ലാച്ചേരി കുനിക്കുളങ്ങര ആളൊഴിഞ്ഞ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തട്ടോളിക്കര മിത്തൽ അക്ഷയ്, കാളിയത്ത് രൺദീപ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് രണ്ടുപേരുടെ മൃതദേഹം തൊട്ടടുത്തായി കിടക്കുന്നത് നാട്ടുകാർ കണ്ടെത്തിയത്. ചെറുതുരുത്തി CT ബാബുവിന്റെ മകൻ ശ്രീരാഗിനെ അവശ്യനിലയിൽ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടച്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹത്തിന് ഏതാനും മിനിറ്റുകൾ ദൂരത്ത് സിറിഞ്ചുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികൾ രാത്രി വീട്ടിലെത്താത്ത സമയത്ത് ഇതിൻ്റെ അടുത്തുള്ള അമ്മ വന്ന് നോക്കിയതാണ്. ആ സമയത്താണ് കാണുന്നത്. രാത്രിയായിരിക്കാം. ഇവിടെ ആളൊഴിഞ്ഞൊരു പറമ്പാണ്. സ്ഥലത്ത് ആൾപ്പെരുമാറ്റമില്ലാത്ത സ്ഥലത്ത് ഡ്രഗ്സുമായിട്ട് വന്നതായിരിക്കാം. ഡ്രഗ്സ് ആവാനാണ് സാധ്യത എന്നുള്ളത്. ഒരാൾ ഓർക്കാട്ടരയാണ്, ഒരാളിവിടെ തൊട്ടടുത്തുള്ള ആളാണ്, ഒന്ന് തൊട്ടിപ്പുറത്തുള്ളത്. പരിസരത്തുള്ള ആളല്ലേ. വേറെ എന്തെങ്കിലും ഈ പ്രദേശത്തെ പറ്റി അങ്ങനെ എന്തെങ്കിലും പ്രദേശത്ത് സ്ഥിരമായ ആളില്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണത ഉണ്ടോ പോലീസുകാരുടെ ശ്രദ്ധയിലില്ല എന്നാണ് അവർ പറയുന്നത്. അവരോട് അന്വേഷിച്ച് അവർ ശ്രദ്ധയിൽ നിലവിലില്ല എന്നുള്ളതാണ്. അറിയില്ല, രാവിലെയാണ് കാണുന്നത്. രാവിലെ ഒരു 8:30 അങ്ങനെയാണ്. അമ്മ ഇവൻ വീട്ടിലെത്താത്തതുകൊണ്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ അമ്മയുടെ കൂക്കി കേട്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. നേരത്തെ ഇവിടെ എക്സൈസ് സംഘം പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്ഥലത്ത് MLA KK രമ, എടച്ചേരി CI സുധീർ, SI സുധീർ എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി. ഇവരുടെ പരിശോധനകൾക്ക് ശേഷം ഇൻക്വസ്റ്റ് ചെയ്തു. വിജനമായ കേന്ദ്രങ്ങളിൽ ഇവിടെ തങ്ങാറുണ്ട്. അത് നാട്ടുകാരും അതുപോലെ മറ്റു സാമൂഹ്യ പ്രവർത്തകരൊക്കെ അത് പിന്തിരിപ്പിക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ ഓരോ ദിവസവും ഓരോ സ്ഥലത്തായിട്ട് ഇവർ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇവിടെ തന്നെ നേരത്തെ വലിയ കാട് പിടിച്ച പ്രദേശമായിരുന്നു. ഇപ്പോൾ ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാട് വെട്ടി തെളിച്ചിരിക്കും. നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കുറേയായി ഈ പ്രദേശത്ത് അത്തരത്തിലുള്ളൊരു വിഷയം ഉണ്ടാകാറില്ല. പക്ഷെ പല സ്ഥലത്തുനിന്നും ആളുകൾ ഇത്തരത്തിൽ ഇവരെ പറഞ്ഞയക്കുമ്പോൾ എത്തിച്ചേരുന്ന ഒരു വിജനമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നേരത്തെ നടക്കുന്നുണ്ട്. അത് പോലീസിൻ്റെ ശ്രദ്ധയിലുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ആളുകൾ അറിയുന്നത്. ഈ പ്രദേശത്ത് അങ്ങനെ ആളുകൾ സജീവമായി ഇടപെടുന്നൊരു പ്രദേശമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് തമ്പടിക്കാനുള്ളൊരു മേഖല കൂടിയായി ഇത്തരം വിജനമായ പ്രദേശങ്ങൾ മാറുന്നുണ്ട്. എന്നാലും നാട്ടുകാർ ഇതിനെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ്. അവർ പലപ്പോഴായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്.